സന്തോഷമുള്ള പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ്. ന്യൂയോർക്കിൽ നിന്ന് അല്പനിമിഷങ്ങൾക്കകം മധു കൊട്ടാരക്കര ചേരുകയാണ്. ന്യൂയോർക്കിൽ മേയർ സ്ഥാനത്തേക്ക് വൻ വിജയം ഉറപ്പിച്ച് ഇന്ത്യൻ വംശജൻ സൊഹ്റാൻ മംദാനി. പ്രശസ്ത ചലച്ചിത്ര സംവിധായിക മീര നായരുടെ മകനാണ് സൊഹ്റാൻ മംദാനി. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ 51% അധികം വോട്ട് നേടിയെന്നാണ് ന്യൂയോർക്കിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. വിർജീനിയ ഗവർണറായി ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥി അബിഗെയിൽ സ്പാൻബർഗർ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നും വാർത്ത വരുന്നു. ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധി മധു കൊട്ടാരക്കരയുണ്ട്. മധു, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ, എന്തായാലും നമുക്ക് സന്തോഷമുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ലോകമറിയുന്ന ചലച്ചിത്ര സംവിധായിക മീര നായരുടെ മകൻ ന്യൂയോർക്കിലെ മേയർ കസേരയിൽ എത്തുന്നു എന്നറിയുമ്പോൾ. സോറൻ മംദാനി വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. മുഖ്യധാരാ മാധ്യമങ്ങൾ ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ളവർ ഈ വിജയം ഉറപ്പിച്ചതായിട്ടുള്ള വാർത്തകൾ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് ഏറ്റവും ഒടുവിലെ റിപ്പോർട്ട് അനുസരിച്ച് 75% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ 8,60,000 വോട്ടുകളാണ് മംദാനിക്ക് ലഭിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത ആൻഡ്രൂ കൂമോയ്ക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു. 7 ലക്ഷം വോട്ടുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. ന്യൂയോർക്ക് നഗരത്തിന്റെ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ന്യൂയോർക്ക് നഗരത്തിന്റെ നഗരപിതാവായി സോറൻ മംദാനി എന്ന ഇന്ത്യൻ വംശജൻ, ഈ ന്യൂയോർക്കിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ വംശജൻ ഈ നഗരപിതാവിന്റെ കസേരയിലേക്ക് വരികയാണ്. അത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആദ്യത്തെ മേയറാണ്. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. അത് മാത്രമല്ല, മംദാനിയുടെ അമ്മ മീര നായർ ഒറീസയിൽ നിന്നുള്ള പ്രശസ്തയായ സിനിമാ സംവിധായികയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ വിശേഷണങ്ങളുമായിട്ടാണ് മംദാനി വിജയം ഉറപ്പിച്ചിരിക്കുന്നത്. മംദാനിയുടെ നിലപാടുകൾ, പ്രത്യേകിച്ച് ഈ ഹമാസ് ഇസ്രയേൽ യുദ്ധത്തിൽ പാലസ്തീനോടൊപ്പം ചേർന്ന് നിന്ന നിലപാടുകൾ, അതുപോലെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ എതിരെ എടുത്ത കടുത്ത നിലപാടുകൾ, ഇതെല്ലാം വോട്ടർമാർ അനുകൂലമായിട്ട് വോട്ട് എഴുതി എന്നുള്ളതിന് ഒരു ഉറപ്പിച്ചുള്ള ഒരു തീരുമാനം കൂടിയാണ് ഈ രാത്രിയിൽ ന്യൂയോർക്കിൽ നിന്ന് വരുന്നത്. തന്നെയുമല്ല, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായിട്ട് തന്നെ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ആൻഡ്രൂ കൂമോയ്ക്ക് പരസ്യ പിന്തുണ നൽകിയിട്ട് പോലും മംദാനി തന്റെ വിജയം ഉറപ്പിച്ചു. 34 വയസ്സേ ഉള്ളൂ. ഇത് അമേരിക്കയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഏറെ യാത്ര ചെയ്യാനുള്ള മംദാനിയുടെ യാത്ര ഈ ന്യൂയോർക്ക് നഗരത്തിൽ നിന്ന് തുടങ്ങുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ജയിച്ചിരിക്കുന്ന വിർജീനിയ, അതുപോലെ ന്യൂജേഴ്സിയിലും വ്യക്തമായ ഭൂരിപക്ഷമാണ് ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളത്. വിർജീനിയയിലും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അംഗമായ ഗവർണറായിട്ട് വരുന്നത്. ഇതെല്ലാം ലീഡ് ചെയ്തത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഉമ്മൻചാണ്ടി എന്ന് വിശേഷിപ്പിക്കാവുന്ന ബറാക് ഒബാമയാണ്. ബറാക് ഒബാമയുടെ പൊതുസമ്മതം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടുകയാണ്. ഓക്കെ, താങ്ക് യു. ന്യൂയോർക്കിലെ പുതിയ മേയറായി ഇന്ത്യൻ വംശജൻ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് ഈ നിമിഷത്തിൽ വരുന്നത്. അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ നഗരമാണ് ന്യൂയോർക്ക്. ഇതിൻ്റെ മേയറായി സൊഹ്റാൻ മംദാനി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന വാർത്ത നമ്മളെ സന്തോഷിപ്പിക്കും. പ്രശസ്ത ചലച്ചിത്ര സംവിധായിക മീര നായരുടെ മകനാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.